സ്വാഗതം പ്രിയരെ, സയന ടാരോ റീഡിലേക്ക് താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ താങ്കളുടെ ടാരോ അധ്യാപകനും ടാരോ റീഡറുമായ പ്രദീപ്. എന്ത് വലിയ മാറ്റമാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്ന ചോദ്യമാണ് ഇന്ന് ഞാൻ ടാരോയോട് ചോദിക്കുന്നത്. കാരണം എന്തെന്നാൽ ഈ റീഡ് ചെയ്യുന്നതിൻ്റെ അടുത്ത ദിവസം റെഡ് മൂണാണ്. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ 3 കാർഡുകൾ നമുക്കത് പറഞ്ഞുതരും. ആദ്യത്തെ കാർഡ് ക്വീൻ ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. ഈ കാർഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാർഡാണ്. നിങ്ങൾക്കറിയാൻ പറ്റും, മുന്നിൽ ഒരു സിംഹം, ലയണസിൻ്റെ എന്താ പറയുക, നമ്മൾ ഡോഗ് പിടിച്ചുകൊണ്ടിരിക്കുന്ന പോലെയുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള വുമണെയാണ് കാണുന്നത്. ഇതൊരു വളരെ സ്ട്രോങ് ഇൻഡിക്കേറ്ററാണ് ഈ കാർഡെന്ന് പറയുന്നത്. പക്ഷേ അടുത്ത 2 കാർഡ് കൂടി നോക്കിയാലേ നമുക്കിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം അറിയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാർഡ് കിങ് ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ ഒന്ന് ക്വീൻ ഓഫ് വോൺസും 2 കിങ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വീണ്ടും വളരെ പവർഫുള്ളായിട്ടൊരു കാർഡാണ് കാണുന്നത്. മൂന്നാമത്തെ കാർഡ് കൂടി നോക്കിയിട്ട് നമുക്ക് മാറ്റങ്ങൾ പറയാം. 5 ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അഭിനിവേശം അല്ലെങ്കിൽ നമ്മൾ ഒരു എനർജി എന്ന് പറയുന്ന കാര്യങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ആളുകൾ ബഹുമാനിക്കുന്ന രീതിയിൽ നമ്മൾ നിൽക്കാനുള്ളൊരു ആ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കമായി എന്നാണ് ഈ കാർഡ് പറയുന്നത്. 2 എന്ന് പറയുന്നത് ആളുകൾ നമ്മളെ ഭയപ്പെടുന്ന രീതിയിലുള്ള ഒരു വളർച്ച നമുക്ക് അടുത്ത് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. നമ്മൾ വിശ്വാസമില്ലെങ്കിൽ ഇത് 2 നടക്കുകയില്ല. 3 എന്ന് പറയുന്നത് നമ്മൾക്ക് മുന്നിലൊരു ചോയ്സ് വരും, പല വഴികൾ തുറക്കും, അതിലേത് തിരഞ്ഞെടുക്കണം എന്നൊരു സംശയം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞാൽ വലിയൊരു മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക അഭിനിവേശമായിട്ട് ബഹുമാനം. നിങ്ങൾക്കറിയാം 2 കാർഡും വളരെ പവർഫുള്ളായിട്ടുള്ള കാർഡാണ്. മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതേസമയം എന്ത് തീരുമാനിക്കണം എന്നുള്ള ഇതും വരും. അപ്പോൾ വളരെ നല്ലൊരു റീഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മാറ്റത്തിനെ കാത്തിരിക്കും. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം.